ഒരു ദിവസം ഒരു ഗുരു തന്റെ ശിഷ്യനോട് ചോദിച്ചു, മണ്ണും മൺപാത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശിഷ്യൻ ചിന്തിച്ചു നിന്നു. ഗുരുവേ, രണ്ടും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ എന്താണ് വ്യത്യാസം? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ടും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അവയുടെ ആകൃതിയും ഉപയോഗവും വ്യത്യസ്തമാണ്. മണ്ണിനെ ആകൃതിയിലാക്കിയപ്പോൾ ഒരു പാത്രമായി. അതുപോലെ നമ്മുടെ ജീവനും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. നമ്മളെ മണ്ണായി നിലനിർത്താം, അല്ലെങ്കിൽ മൺപാത്രമായി മാറാം. ശിഷ്യൻ അത്ഭുതത്തോടെ ഗുരുവിനെ നോക്കി. ഗുരു തുടർന്നു, മണ്ണിന് ഒരു നിശ്ചിത ആകൃതിയില്ല. അത് എവിടെയാണോ വയ്ക്കുന്നത് അവിടെ ആകൃതിയിലാകും. അതുപോലെ നമ്മുടെ ജീവിതവും. നമ്മൾ എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെയായിരിക്കും നമ്മൾ വളരുന്നത്. അതിനാൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠിക്കണം. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് എന്നാണ്. നമ്മൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു